വെൽക്കം ടു സ്റ്റോറി മങ്ക്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് അതിൻ്റെ ഫലം വന്നിട്ട് ഒരു മാസം പിന്നിടുകയാണ്. മെയ് 4-നായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. ജൂൺ 4 ആകാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ടുപുറകെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു തർക്കം. അതേതാണ്ട് തീർപ്പായി. വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളുടെ ഇംഗിതം എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് കോൺഗ്രസ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ചുമതലപ്പെടുത്തി. ഇപ്പോൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയ LDF ഒരു തർക്കം നടക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയല്ല, പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്ന് LDF രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI ആവശ്യപ്പെടുന്നു. അത് നൽകാനാവില്ല എന്ന് CPIM പറയുന്നു. മുൻകാലത്ത് പ്രതിപക്ഷ നേതൃപദവിയും പ്രതിപക്ഷ ഉപനേതൃപദവിയും CPIM കൈവശം വച്ചിരുന്നതായിരുന്നു കേരളത്തിൻ്റെ LDF ചരിത്രം. അതിൽ നിന്ന് മാറിക്കൊണ്ട് കുറെ കൂടെ ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നും LDF സംബന്ധിച്ച് CPI എങ്ങനെയാണോ LDF പരിഗണിക്കുന്നത് അതുപോലെയുള്ള പരിഗണന CPM നിന്ന് വേണം എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ തർക്കം? വലിയൊരു പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷവും LDF ഘടകകക്ഷികളായി ഇപ്പോൾ നിയമസഭയിൽ 3 കക്ഷികളേ ഉള്ളൂ. ഒന്ന് CPM 26 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്, CPI 8 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്, പിന്നെ ഒന്ന് RJD ആണ്. RJD 1 സീറ്റിൽ മാത്രമാണ് ജയിച്ചിരിക്കുന്നത്. ഇത്രയും ദുർബലമായ ഒരവസ്ഥയിലേക്ക് വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷവും പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ തർക്കം ഉന്നയിക്കാൻ പാകത്തിലുള്ളൊരു ശക്തി CPIക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ആലോചിക്കുന്നത്. ഇതേക്കുറിച്ചാണ് സ്റ്റോറി മങ്ക് ഇന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നു? ഇങ്ങനൊരു തർക്കം ഉന്നയിക്കാൻ പാകത്തിലുള്ളൊരു ശക്തി CPIക്ക് ഉണ്ടോ? അല്ലെങ്കിൽ മുൻകാലത്ത് CPIM കൈവശം വെച്ചത് ഇപ്പോൾ 40 സീറ്റിൽ 2001 ആകെ 40 സീറ്റിലാണ് LDF വിജയിച്ചത്. അന്നും CPMഉം CPIയും മറ്റ് ഘടകകക്ഷികളും ഒക്കെ LDF ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VS അച്യുതാനന്ദനായിരുന്നു, ഉപനേതൃസ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അന്നില്ലാത്തൊരാവശ്യം ഈ 35 സീറ്റിലേക്ക് ചുരുങ്ങിയ കാലത്ത് CPI ഉന്നയിക്കുന്നതിൻ്റെ ആവശ്യം എന്തായിരിക്കും? എനിക്ക് അറിയാത്തൊരു കാര്യം, നിയമസഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പൊസിഷൻ ഉണ്ടോ യഥാർത്ഥത്തിൽ? ഒരു പാർട്ടി അറേഞ്ച്മെൻറ്റ്, മുന്നണിക്കകത്തുള്ളൊരു അറേഞ്ച്മെൻറ്റ് എന്നതിനപ്പുറത്ത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അതൊരു ക്യാബിനറ്റ് റാങ്കാണ്. അതിന് സർക്കാർ ഖജനാവിൽ നിന്ന് അതിന് പണം ചെലവാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വസതി, അതോടൊപ്പം പേഴ്സണൽ സ്റ്റാഫ്, ഓഫീസ് എല്ലാം ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമാണത്. അത് മാത്രമല്ല, ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവിന് വേറെ നിലയ്ക്കുള്ള ചില ഔദ്യോഗിക അധികാരങ്ങളുണ്ട് ക്യാബിനറ്റിൽ. പക്ഷേ ഉപനേതാവ് എന്നൊരു പദവി ഉണ്ടോ? അങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ്, അതായത് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഡെപ്യൂട്ടി എന്ന മട്ടിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു പദവി ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ തർക്കമാണ്. അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഔദ്യോഗികമായി അങ്ങനെ ഒരു പൊസിഷൻ ഇന്റേണൽ ആയിട്ടുള്ള മുന്നണിക്കകത്തുള്ളൊരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. പ്രധാനമായും നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ അഭാവത്തിൽ എഴുന്നേറ്റ് നിൽക്കാനോ അതല്ലെങ്കിൽ ഒരു രണ്ടാമൻ ആവശ്യമായി വരുമ്പോൾ കാര്യങ്ങൾ ഉന്നയിക്കാനോ ഉള്ള ഒരാൾ എന്നതിനപ്പുറത്ത് പ്രതിപക്ഷ ഉപനേതാവ് എന്നത് ഭരണഘടനാ പ്രകാരമോ അല്ലെങ്കിൽ പാർലമെൻ്ററി ഒരു കീഴ്വഴക്ക പ്രകാരമോ അങ്ങനെ ഒരു സംഗതി ഔപചാരികമായി ഇല്ല. ഇവിടെ ഒരു പക്ഷേ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നലിൽ നിന്നാവണം. CPIയുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയങ്ങളിലൊന്നാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. 8 സീറ്റാണ് മൊത്തം ലഭിച്ചത്. പല സീറ്റുകളിലെയും ഇപ്പോൾ അവർ കൈയടക്കി വെച്ചിരുന്നു. ഇപ്പോൾ നാദാപുരം പോലെ അവർ കാലങ്ങളായി കൈയടക്കി വെച്ചിരുന്നു. ചടയമംഗലം, അടൂർ, പല സീറ്റുകളും നഷ്ടപ്പെട്ടു. പല സീറ്റുകളും ചിറയൻകീഴ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രസക്തി നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം കിട്ടണം എന്നാഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അതൊരു വലിയ ഡീലല്ല യഥാർത്ഥത്തിൽ ഈ പദവിയും അതേ ചൊല്ലിയുള്ള തർക്കവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രസൻസ് ഉറപ്പിക്കാൻ വേണ്ടി, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന പലപ്പോഴും CPIയുടെ ഭാഗത്തുനിന്നുള്ള പല പ്രകടനങ്ങളും അങ്ങനെയാണ്. അത്തരത്തിലുള്ളൊരു പ്രകടനമായി മാത്രമേ ഈ ഒരു ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ വിവാദത്തെ കാണേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഈ LDF ഒരു ഘടകകക്ഷികളുടെ സീറ്റ് നില എടുത്തു കഴിഞ്ഞാൽ CPMന് 26 സീറ്റുണ്ട്, CPIക്ക് 8 സീറ്റേ ഉള്ളൂ, RJDക്ക് 1 സീറ്റ്. RJD സ്വാഭാവികമായിട്ടും ഇതിലേക്കൊന്നും കക്ഷിയാകാതെ നിൽക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ മുമ്പിലുള്ള മാർഗമുള്ളൂ. CPIയെ സംബന്ധിച്ച് അവർക്ക് 8 സീറ്റുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന് വാക്കാൽ ആവശ്യപ്പെടുകയെങ്കിലും ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ക്ലെയിം ഉന്നയിക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലും
ഒരു അടിസ്ഥാനം സി പി ഐക്കുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ബഷീർ തന്നെ പറഞ്ഞു അവർ സ്ഥിരമായി കൈയടക്കി വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നാദാപുരം, അതുപോലെ ചടയമംഗലം, പിന്നെ അതുപോലെ പല സീറ്റുകൾ അവർ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഒരു ഉദാഹരണം, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ അവർ കൈവശം വെച്ചുകൊണ്ടിരുന്ന സീറ്റാണ് കൊടുങ്ങല്ലൂർ. അതുപോലെ പല സീറ്റുകൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് ചടയമംഗലം പോലെയുള്ള സീറ്റുകൾ ഇത് അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട ഒരു പാർട്ടി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പദവി വേണം എന്നാവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു റെലവൻസ് ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുക, LDFൽ ഞങ്ങൾക്കൊരു റെലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ഞങ്ങൾക്കൊരു റെലവൻസ് ഉണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരിക്കാം. പക്ഷെ അങ്ങനെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവരൊറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുമോ കേരളത്തിൽ? CPI ഒരു മുസ്ലിം ലീഗ് UDFലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. അവരൊറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന 14-15 സീറ്റ് നമുക്കെടുത്ത് മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. അവരൊറ്റയ്ക്ക് എന്നാലും ജയിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ LDFലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയെ സംബന്ധിച്ച് CPI ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിലുണ്ട്. ഇപ്പോൾ കാസർഗോഡ് സ്ഥിരമായി ജയിച്ചു വരുന്ന കാഞ്ഞങ്ങാട് സീറ്റ് എടുത്ത് വെച്ച് നോക്കുക. കാഞ്ഞങ്ങാട് അവരൊറ്റയ്ക്ക് എന്നാൽ മത്സരിച്ച് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു സീറ്റിലും അങ്ങനെ ജയിക്കുമെന്ന് പറയും. ഇപ്പോൾ അവർ ജയിച്ചു വന്ന, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ റവന്യൂ മന്ത്രിയായിരിക്കുന്ന K. രാജൻ മത്സരിച്ച് ജയിച്ച ഒല്ലൂർ സീറ്റ് പോലും അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും ഉറപ്പ് പറയാൻ പറ്റില്ല. അത്രമാത്രം ദുർബലമായൊരു പാർട്ടി സംവിധാനവും പാർട്ടി പിന്തുണയും പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയും അനുഭാവികളുടെ പിന്തുണയുള്ളൊരു പാർട്ടി വന്നിട്ട് ആ മുന്നണിയെ 35 സീറ്റിലേക്കെങ്കിലും എത്തിച്ച ഒരു പാർട്ടിയോട് ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം, LDFനെ CPI പരിഗണിക്കുന്നത് പോലെ CPM പരിഗണിക്കണം, ഞങ്ങൾ ഈ മുന്നണിയിലൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്, ഞങ്ങൾ നിങ്ങൾക്കൊരു സ്ഥാനം അനുവദിക്കണം എന്നൊക്കെ പറയുന്നതിലുള്ള ഒരു ആ പ്രയോഗമാണ് എനിക്കിഷ്ടമായത്. CPI LDFനെ പരിഗണിക്കുന്നത് പോലെ CPMഉം LDFനെ പരിഗണിക്കണം എന്നാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു റീഅലൈൻമെൻറ്റിൻ്റെ ഒരു സൂചനയോ ഭീഷണിയോ അതിലുണ്ടോ യഥാർത്ഥത്തിൽ? അതായത് CPIM എന്നത് ദുർബലമാവുകയാണ്, ഒരു പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു റീഅലൈൻമെൻറ്റ് ആവശ്യമായി വരും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് യഥാർത്ഥത്തിൽ അതിനകത്തുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ച് മുൻകാലത്ത്, അതായത് 2021 മുതൽ 26 വരെ തുടർഭരണം കിട്ടി LDF അധികാരത്തിൽ നിൽക്കുകയും UDF കുറച്ച് ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ UDFന് വേണമെങ്കിൽ CPI പോലൊരു കക്ഷിയെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് UDFലേക്ക് കൊണ്ടുവന്ന് UDFനെ കുറേക്കൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ള മട്ടിലൊരു ആലോചനയ്ക്കുള്ളൊരു സ്കോപ്പെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. 102 സീറ്റിൽ അവർ അധികാരത്തിലിരിക്കുകയാണ്. അവർക്ക് LDFൽ നിന്ന് ഒരു ഘടകകക്ഷിയെ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വന്ന് UDFനെ ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യമൊന്നും അവരുടെ മുമ്പിലില്ല. അങ്ങനൊരു ആവശ്യമില്ലാതിരിക്കെ LDFനെ കുറിച്ച് CPI ആലോചിക്കുന്ന പോലെ LDFനെ കുറിച്ച് CPMഉം ആലോചിക്കണം എന്നുള്ള മട്ടിൽ ഈ മുന്നണിയിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പുറകോട്ട് മാറാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നൊക്കെയുള്ള മട്ടിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രത്യേകത, CPI ഇപ്പോൾ 64-ൽ പാർട്ടി പിളർന്നതിന് ശേഷം തൊട്ട് പിറകെ തന്നെ 67 മുതൽ തന്നെ റീഅലൈൻമെൻറ്റ് വന്നു, വീണ്ടും സർക്കാർ ഉണ്ടായി. അതിനുശേഷം പല ഘട്ടങ്ങളിലായി മിക്കവാറും CPIയുടെ സെക്രട്ടറിമാരെല്ലാം ഏതെങ്കിലും പ്രധാന ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കും, പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ചന്ദ്രപ്പൻ്റെ കാലത്ത്, കാനത്തിൻ്റെ കാലത്തും അതിന് മുന്നേയും വില്യം ഭാർഗവൻ്റെ കാലത്ത് എല്ലാം ഐക്യത്തെക്കുറിച്ച് അവർ സ്വമേധയാ സംസാരിക്കും. ആ ഘട്ടങ്ങളിലെല്ലാം CPMൻ്റെ ഭാഗത്തു നിന്ന് ഐക്യത്തിന് സമയമായിട്ടില്ല എന്നൊരു മെസ്സേജ് തിരിച്ചു കൊടുക്കും. PS-ൻ്റെ ഒക്കെ കാലത്ത് അത് വളരെ പ്രകടമായിരുന്നു. CPI ഇങ്ങനെ ഐക്യം ആണ് വേണ്ടത്, ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയും. CPM ഐക്യം എന്നത് സമയമായിട്ടില്ല എന്നൊരു നിലപാടെടുത്ത് അതിനെ തട്ടിക്കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു വശത്ത് അങ്ങനെയുണ്ട്. അതേസമയം തന്നെ വിട്ടുപോകൽ പ്രവണതയും CPI പാരലലായി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള അലൈൻമെൻറ്റ് എന്നത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ പെട്ടെന്ന് CPI, അതൊരു പാരന്റ് സംഘടന CPI ആണെങ്കിൽ പോലും 67 ഐക്യമുന്നണി കഴിഞ്ഞ് തൊട്ട് പുറകെ അവർ കോൺഗ്രസുമായി അലൈൻഡ് ആയി പോകുന്നു. ഈ തരത്തിൽ CPM അതേസമയം അക്കാര്യത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയമായ ഫ്ലെക്സിബിലിറ്റി CPIക്ക് കൂടുതലും CPMന് കുറവുമായിരുന്നു എന്ന ഒരു ഇതുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴമറച്ചിൽ സംഭവിക്കുകയാണെങ്കിൽ അതിൽ CPMനെ ഉപേക്ഷിച്ച് ഒരു റീഅലൈൻമെൻറ്റിന് ശ്രമിക്കാം എന്ന തോന്നലൊരു പക്ഷേ CPIക്ക് ഉണ്ടാകാം. ഒരു ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തേണ്ട ആവശ്യം, അതായത്
ഇത്രയും ഷ്രിങ്ക് ചെയ്ത് പോകുമ്പോഴും ഞങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് എന്ന് പറയേണ്ട, അതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം CPIക്ക് വന്നു വിട്ടിട്ടുണ്ടാവണം. അതിൻ്റെ എക്സ്പ്രഷനായി മാത്രമേ കാണേണ്ടതുള്ളൂ. കാരണം പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു സംഗതി ഇല്ല ബേസിക്കലി. അത് സമീപകാലത്ത് മാത്രമാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു പരികല്പന തന്നെ ഉണ്ടായത്. കോടിയേരിയുടെ കാലത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ ഡോക്ടർ MK മുനീറിനെ UDF പ്രതിപക്ഷ ഉപനേതാവായി നിശ്ചയിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പ് അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു സംഗതി വലിയ തോതിൽ ചാർജൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ അതൊരു വലിയ പദവിയായി, ഇങ്ങനെ ബഹളം കൂട്ടി വാങ്ങിയെടുക്കേണ്ട ഒരു പദവിയായി കേരള രാഷ്ട്രീയത്തിൽ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം അതിനു വേണ്ടി വാശി പിടിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ഞങ്ങളിവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള സ്ട്രഗിളിൻ്റെ ഭാഗമായിരിക്കും എന്നേ കരുതേണ്ടത്. അത് കഴിഞ്ഞ ഇപ്പോൾ UDF 2 LDF സർക്കാരുകളുടെ കാലത്തും, ഒന്ന് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും അതിനുശേഷം ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയ സമയത്തും ഒക്കെ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, ഞങ്ങളാണ് കുറെ കൂടെ ആദർശാധിഷ്ഠിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങളുടെ നിലപാടുകൾ LDFനെ സ്വാധീനിക്കാറുണ്ട്, അതിനനുസരിച്ച് കൂടിയാണ് LDF സർക്കാർ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള മട്ടിലൊക്കെ അതിനെ സ്ഥാപിച്ചെടുക്കാനായിട്ട് CPI ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ വളരെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, റിജിഡിറ്റി, ചില കാര്യങ്ങളിലുള്ള പിടിവാശി ഞങ്ങൾക്കാണ് എന്ന് വരുത്താൻ ശ്രമിക്കും. വികസനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വായ്പയെടുക്കലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊക്കെയുള്ള ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾക്കാണ് പിടിവാശിയുള്ളത്, ഞങ്ങളാണ് കൂടുതൽ അത് മുറുകെ പിടിക്കുന്നത് എന്ന ഒരു മെസ്സേജ് അപ്പോഴത്തെ പൊതുബോധം അതിനനുകൂലമാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നൊരു പ്രവണത പൊതുവെ CPI ചെയ്യാറുണ്ട്. CPM അക്കാര്യത്തിൽ അത്ര ശ്രദ്ധയില്ലാത്ത പാർട്ടിയാണ് എന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള ശ്രമവും CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. എന്നാൽ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഞങ്ങൾക്ക് അത്തരം പിടിവാശി ഇല്ല എന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്രത്തിലെ ഭരണ പങ്കാളിത്തം, ഇപ്പോൾ ഐക്യമുന്നണി സർക്കാരുകൾ വന്നപ്പോൾ ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിൽ CPI അതിൽ പങ്കാളിയായി. പക്ഷേ CPIM അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതിൽ മുന്നണിക്ക് പിന്തുണ കൊടുത്തു, പക്ഷേ CPM മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പോയില്ല, CPI മന്ത്രിസഭയിലുണ്ടായി. ഈ വിധത്തിൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി CPI കൂടുതൽ എടുക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ വികസനപരമായ കാര്യങ്ങളിൽ ഒരു പൊതു പെർസെപ്ഷൻ തങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്ന തോന്നലുണ്ടാകുന്ന ഘട്ടത്തിൽ CPMനെ ഒന്ന് സ്നബ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ആദർശാത്മകത പിടിക്കാൻ പൊതുവെ CPI ശ്രമിക്കാറുണ്ട്. അല്ല, ഇതിന് ശ്രമിക്കുമ്പോൾ തന്നെ അവരുടെ ദേഹത്തേക്ക് തൊടുന്നു എന്ന ഘട്ടം വരുമ്പോൾ ഈ പൊതുബോധത്തെ മൂന്നാർ പോലെയുള്ള സംഭവങ്ങളുണ്ട്. പൊതുബോധത്തെ വിട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് എന്താ പറയുക, സർക്കാരിൻ്റെ വളരെ ജനകീയം എന്ന് പൊതുവിൽ കരുതപ്പെടുന്ന തീരുമാനങ്ങൾക്കെതിരെ പ്രത്യക്ഷമായി തന്നെ നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാറിൽ 2006 മുതൽ 2011 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മൂന്നാർ ഒഴിപ്പിക്കൽ വലിയ ആഘോഷമായിട്ട് നടക്കുന്ന ഘട്ടത്തിൽ അതിനെതിരെ ആദ്യമായിട്ട് പരസ്യമായ നിലപാടെടുത്തു വരുന്നത് CPI ആണ്. CPIയുടെ അന്നത്തെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്ന പന്നിൻ രവീന്ദ്രനാണ് അന്നത്തെ പ്രസംഗം ബഷീറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. കോട്ടിട്ട ആളും അതിൻ്റെ മുകളിലുള്ള ആളും മറുപടി പറയേണ്ടി വരും എന്ന് പന്നിൻ രവീന്ദ്രൻ പറയുന്നു. തൊട്ടുപുറകെ KE ഇസ്മായിലിൻ്റെ റിയാക്ഷൻ വരുന്നു. മൂന്നാറിൽ നിന്ന് CA കുര്യൻ്റെ പ്രതികരണം വരുന്നു. അപ്പോൾ അതായത് ഒരു ക്രൂഷ്യൽ ജംഗ്ഷനിൽ വെച്ചു. അടിസ്ഥാന കാരണം മൂന്നാറിലെ CPI പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ പാർട്ടി ഓഫീസ് പൊളിക്കപ്പെടാനായി ഇയർമാർക്ക് ചെയ്തിരുന്നു സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്നതാണ് പ്രശ്നം. അതെ, എന്നാണ് പ്രശ്നം. അവിടെ മറ്റേ ഈ JCBയുടെ കൈ അവിടെ വന്ന് വീണു. അതിൻ്റെ തൊട്ടു പുറകെയാണ് പന്നിൻ രവീന്ദ്രൻ്റെ പ്രസംഗം വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാക്ടിക്സ് CPI എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടേതായൊരു പ്രസൻസ് തെളിയിക്കണം എന്ന് തോന്നുന്ന ഒരു സമയത്ത് അവർ ഇത്തരം ആയുധങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ വലിയ തോതിൽ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ PM ശ്രീ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ CPI വലിയ തോതിൽ ഉപയോഗിച്ചു. അതേസമയം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് സമാനമായൊരു പ്രശ്നം വന്നപ്പോൾ CPIക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അങ്ങ് പൊക്കോട്ടെ എന്നവർ വിചാരിച്ചു. PM ശ്രീ അവർ വലിയ തോതിൽ സമർത്ഥമായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ LDF ദുർബലമായിരിക്കുന്നു, CPM കുറെ കൂടെ ദുർബലമായിരിക്കുന്നു. CPIക്ക് 8 സീറ്റുണ്ട്, CPMന് 26 സീറ്റുണ്ട്. എങ്കിൽ പോലും CPM ആണ് ഈ സാഹചര്യത്തിൽ കുറെ കൂടെ ദുർബലമായിരിക്കുന്നത്. ആഭ്യന്തരമായിട്ടുള്ള വിമർശനങ്ങളും വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് CPMനാണ്. മാത്രമല്ല ഈ അടുത്ത UDF സർക്കാരിനെതിരായിട്ടുള്ള ഫൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം ഒരുപക്ഷെ CPMൽ തന്നെയാണ് അവിടെ
നിക്ഷിപ്തമായിരിക്കുന്നു. എങ്കിൽ പോലും CPM ആണ് കുറെ കൂടെ ദുർബലമായിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആഭ്യന്തരമായി വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നു. പാർട്ടി സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ ഒന്നായി കരുതപ്പെടുന്ന കണ്ണൂരിലെ പാർട്ടി സംവിധാനത്തിൽ ഇളക്കം തട്ടിയിരിക്കുന്നു. അവിടെ 2 വിമത ശബ്ദങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ CPM കുറെ കൂടെ ദുർബലമായിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ CPIക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ CPMൽ നിന്ന് കുറച്ച് ആളുകളെ CPMലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, CPIയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ ചിലപ്പോൾ CPI വിചാരിക്കുന്നുണ്ടോ? ആ പാർട്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇടതുപക്ഷ വോട്ടിനെ കുറച്ചുകൂടി തങ്ങൾക്കൊരു പാർട്ടി എന്ന നിലയിൽ സ്വാധീനിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ CPM അല്പം ക്ഷീണിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തങ്ങളുടെ പ്രതലം കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയൊക്കെ ഒരു പക്ഷേ CPI വെച്ച് പുലർത്തുന്നുണ്ടാകും. അതോടൊപ്പം നിയമസഭയിൽ ഇപ്പോൾ പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായി വരുന്നത്. പിണറായി വിജയൻ 10 വർഷത്തെ മുഖ്യമന്ത്രി പദത്തിന് ശേഷം പിണറായി വിജയൻ ഒരു പക്ഷേ ആ പദവിയിലേക്ക് വരില്ല എന്ന ആളുകൾ പ്രതീക്ഷിക്കുകയും അത്തരത്തിൽ അങ്ങനെ വരേണ്ടതില്ല എന്ന അഭിപ്രായം ഉയരുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നതിനെ ചൊല്ലിയും ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അല്പം നിശബ്ദനായി നിൽക്കുന്ന പിണറായി വിജയൻ അതല്ലെങ്കിൽ വലിയ സജീവമായി അദ്ദേഹം ഇടപെടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത്തരമൊരു അവസരത്തിലും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശബ്ദമായി തങ്ങൾക്ക് ഉയരാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി ഒരുപക്ഷെ CPIക്ക് ഉണ്ടാകണം. അതുകൊണ്ടാവും അത്തരത്തിൽ ഈ ഡെപ്യൂട്ടി ഓപ്പോസിഷൻ ലീഡർ എന്ന ഉപനേതാവ് എന്നൊരു പദവിക്ക് വേണ്ടി ഒരു അനുവാദത്തിൽ കൂടിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ വാശി പിടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ അതിലേക്ക് ആ ഒരു ആഗ്രഹം അവിടെ നിലനിൽക്കെ തന്നെ ഈ 2 സാധ്യതകളും അവിടെയുണ്ട്. ഒന്ന്, CPM കുറച്ചുകൂടെ ദുർബലമായിരിക്കുന്നു, പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ വരുന്നു, പിണറായി വിജയനെ വീണ്ടും നേതൃസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തുടരുന്നതിനെ ചൊല്ലിയുള്ള വിമർശനം വരുന്നു, ഗോവിന്ദൻ മാഷെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തുടരുന്നതിനുള്ള വിമർശനം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ഒരു അസംതൃപ്തിയെ കുറെക്കൂടെ ഒരു യഥാർത്ഥ ഇടതുപക്ഷം, അങ്ങനെയാണല്ലോ CPI എപ്പോഴും വിശേഷിപ്പിക്കുക, യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ് എന്നുള്ളൊരു ഒരു 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 വ്യാമോഹത്തിൻ്റെ ബലത്തിൽ കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ബഷീർ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ കുറെ കൂടെ 10 വർഷം മുഖ്യമന്ത്രി, അതിനുശേഷം പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം സൈലൻ്റ് ആവുന്നൊരു ഘട്ടത്തിൽ കുറെ കൂടെ ആക്രമണോത്സുകമായി പ്രതിപക്ഷത്തെ നയിക്കാൻ പാകത്തിന് ഒരാളെ അവിടെ CPIക്ക് പ്രതിഷ്ഠിക്കാനായാൽ യഥാർത്ഥ പ്രതിപക്ഷ നേതൃശബ്ദം എന്നുള്ളത് CPI ആണ് എന്ന് ധ്വനിപ്പിക്കാൻ അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ അവസ്ഥ എന്നത് ഇപ്പോൾ ത്രിപുരയിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുണ്ട് CPIയും, പ്രതിപക്ഷ നേതാവ് CPMൻ്റെ ആളാണ്. അതോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഇത്രയേ ഉള്ളൂ CPMന് ഇപ്പോൾ പാർലമെൻ്ററി രംഗത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പ്രസൻസ് എന്ന് പറയുന്നത്. ഒരിടത്തും ഭരണമില്ല, ആ യുഗം അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ CPMനുണ്ടായിരുന്ന മേധാവിത്വം തീർന്നു. ഇപ്പോൾ 2004 തെരഞ്ഞെടുപ്പിൽ 63 സീറ്റുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അതിൽ 40-ലധികം സീറ്റ് CPIMൻ്റേത് മാത്രമായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറി ഏതാണ്ട് ഈക്വലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഏതാണ്ട് പ്രതലം തുല്യമായിരിക്കുന്നു. അവിടെ ഒരു പാരന്റ് പാർട്ടി എന്ന നിലയിൽ തങ്ങളാണ് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ തുല്യരാണ് തങ്ങൾ എന്നെങ്കിലുമുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടിയാകണം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ CPIയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാകും. ഞങ്ങളും CPMും ഇനി തുല്യരാണ് എന്ന മട്ടിലുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ അതിനുള്ള ചെറിയ ശ്രമങ്ങളായിരിക്കണം. അതിനുള്ള ചെറിയ ശ്രമങ്ങളായിരിക്കാം ഒരു പക്ഷെ നടക്കുന്നത്. അത് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു പാർട്ടിയുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയുമായും കൂടെ ചേർന്ന് നിൽക്കണമല്ലോ. ഈ പറയുന്ന അവകാശവാദങ്ങളും സ്വന്തം വലിപ്പം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കണമല്ലോ. അല്ലാതെ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, കേരളത്തിൽ ഒരിടത്ത് പോലും ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പാകത്തിനുള്ള ത്രാണിയുള്ളൊരു പാർട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് നമുക്ക് വിചാരിക്കുക. ഇനി അത് വിടുക. കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സീറ്റ് വിഭജനം നടക്കുമ്പോൾ പല ജില്ലകളിലും നമ്മൾ പതിവായി കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ CPI മുറവിളി കൂട്ടുകയും അവർക്ക് സീറ്റ് കിട്ടുകയും അതിനുശേഷം സീറ്റ് കിട്ടിയതിന് ശേഷം ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ കൂടെ തരണം എന്ന് CPI ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാഴ്ച പല ജില്ലകളിലും പല കുറി നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെ പല കുറി നമ്മൾ കേട്ടിട്ടുണ്ട്. സീറ്റ് മേടിച്ചെടുത്തു,
പക്ഷേ ഇനി ഒരു സ്ഥാനാർത്ഥിയെ കൂടെ നിങ്ങൾ തരണം എന്ന് പറയുന്നത്. ഈ വിധത്തിൽ ദുർബലമായൊരു പാർട്ടിയാണ് CPI. നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പതനത്തിന് പ്രധാന കാരണക്കാരിൽ ഒരാളായി UDF പോലും അംഗീകരിക്കുന്ന PV അൻവർ കേരള രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച് വരുന്നത് ഇപ്പോൾ PK ബഷീർ പ്രതിനിധാനം ചെയ്യുന്ന എടക്കരയല്ല മണ്ഡലത്തിൻ്റെ പേര്, എടക്കരയല്ല, ഇവിടെ ഏറനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, LDF സ്ഥാനാർത്ഥിയായിട്ട്. PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. PK ബഷീർ തന്നെയാണ് ഓപ്പോസിറ്റ് UDF സ്ഥാനാർത്ഥി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഒരു ട്രയാങ്കുലർ മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ അന്ന് CPIയുടെ സ്ഥാനാർത്ഥിക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് കിട്ടിയത് 5000-ൽ താഴെ വോട്ട്, 2000 ചില്ലറ വോട്ടാണ്, 3000-ൽ താഴെ വോട്ടാണ് കിട്ടിയത്. കെട്ടിവെച്ച കാശ് പോയി. CPMൻ്റെ പിന്തുണ അന്ന് PV അൻവറിനായിരുന്നു, അനൗപചാരികമായ പിന്തുണ PV അൻവറിനായിരുന്നു എന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അന്ന് 2ാം സ്ഥാനത്ത് വന്നത് PV അൻവറായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ CPIക്ക് ഒരു മണ്ഡലത്തിൽ കിട്ടാവുന്നതിൻ്റെ പരമാവധി വോട്ട് എന്ന് പറയുന്നത് എടക്കര ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഏറനാട് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് ശരാശരി അത്രയും വോട്ടേ CPIക്ക് ഒരു മണ്ഡലത്തിൽ കിട്ടാനുള്ളൂ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും അത് CPI സ്ഥിരമായി ജയിച്ചു വരുന്ന മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പോലും അത് അങ്ങനെയാണ്. വലിയ തോതിലുള്ള ഒരു 10000 വോട്ട് പരമാവധി, അതിനപ്പുറത്ത് CPIക്ക് സ്വന്തമായി വോട്ടുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ അപൂർവമാണ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിന് UDFനകത്തുള്ളതിന് സമാനമായ ഒരു പരിഗണന LDFനകത്ത് തങ്ങൾക്കുണ്ടാകണം എന്നൊരു ചിന്ത പൊതുവായി CPIക്കുണ്ട്. സീറ്റുകളുടെ എണ്ണത്തിൽ അക്കാര്യത്തിൽ UDFനേക്കാൾ ലിബറലാണ്, ജനറസാണ് യഥാർത്ഥത്തിൽ CPM. പല അത് പാർലമെൻറ്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും CPIക്ക് വാരിക്കോരി കൊടുക്കും, മത്സരിപ്പിച്ചെടുക്കുകയും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്യും. അതും CPMൻ്റെ ഉത്തരവാദിത്തമാണ്. ആ വിധത്തിലാണ് അത് സംഭവിക്കാറ്. എങ്കിലും കേരള ഒരു ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിലും പിന്നെ മറ്റിടത്ത് പല സാമുദായിക വിഭാഗങ്ങളിലേക്കൊക്കെ ആക്സസ് ഉള്ള പാർട്ടികളാണ് UDFൻ്റെ ഘടകകക്ഷികൾ. ഇവിടെയും ഘടകകക്ഷികൾ ആവശ്യമുണ്ട് എന്നതുകൊണ്ടും ഒക്കെ നിലനിന്ന് പോകുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ CPI. അതിനോടൊപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ വലിയ വിമർശനം CPIക്കുള്ളിൽ ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിലുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വിമർശനം കുറച്ചുകൂടെ വലുതാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ചടയമംഗലം തോറ്റു, അതുപോലെ നാദാപുരം തോൽക്കുന്നു, അതുപോലെ CPI കാലങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരുന്ന 4-5 സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുന്നു. അവിടെയൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ ഉചിതമായ സ്ഥാനാർത്ഥിയല്ല മത്സരിപ്പിച്ചത്, സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുകൊണ്ട് തോറ്റു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അവിടെ വരുന്നുണ്ട്. സ്വാഭാവികമായും MV ഗോവിന്ദനെതിരെ CPMൽ ഉയരുന്നത് പോലെയുള്ള വിമർശനം CPIക്കുള്ളിൽ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയരാനുള്ളൊരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങളുടെ സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ CPI ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് CPMനെ വലിയ തോതിൽ വിമർശിക്കുകയും അവരോട് കലഹിക്കുകയും അവരോട് ചില കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് പാർട്ടി പദവികളിലെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മെറ്റീരിയലായിരുന്ന ആളുകളുടെ മുഴുവനുള്ള പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇപ്പോൾ ബിനോയ് വിശ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട്. അതർവൈസ് ഇത് ചോദിച്ച് മേടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കൂടുതൽ ദുർബലാവസ്ഥയിലേക്ക് ബിനോയ് വിശ്വം പോകും. ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പഴി പോലും, അതാണ് ഈ ഉണ്ടാക്കിയെടുത്ത തർക്കം എന്ന തോന്നലാണ് എനിക്കുള്ളത്. ഇങ്ങനെ ചോദിച്ച് ബലം പിടിച്ച് വാശി പിടിച്ച് വാങ്ങിയെടുക്കേണ്ട ഒരു പദവിയാണോ ഇത് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും എൻ്റെ തർക്കം. ഏതായാലും CPI ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു അസ്തിത്വം എന്നത് നിലനിർത്താനോ അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തുല്യരായിരിക്കുന്നു, കുറേ കൂടി തുല്യരായിരിക്കുന്നു, പരാജയത്തിലാണെങ്കിലും കുറേ കൂടി തുല്യരായിരിക്കുന്നു എന്ന് പറയാനോ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. റൈറ്റ്. എന്തായാലും പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ളത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു പോസ്റ്റൊന്നുമല്ല. മുന്നണി മര്യാദകൾക്കനുസരിച്ച് മുന്നണിയുടെ ഘടകകക്ഷികൾക്ക് വിവിധ മുന്നണികൾ കാലാകാലങ്ങളിൽ അനുവദിച്ചു കൊടുത്തൊരു പദവി മാത്രമാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. അതിനെ ചൊല്ലി ഇപ്പോൾ CPI ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കലഹം അത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണോ അതോ പരാജയത്തിൻ്റെ ഭാരം സ്വന്തം പാർട്ടിയിലെ പരാജയത്തിൻ്റെ ഭാരത്തിൻ്റെ ചുമതല അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ളതാണോ എന്നുള്ളതൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അല്ല, അതിനപ്പുറത്ത് CPIയും CPIയും
ഏതാണ്ട് തുല്യരായിരിക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.